നാടകം കണ്ടതോടുകൂടി കുഞ്ഞോള് ചിന്നുവിന്റെ ഫാനായെന്ന് തോന്നുന്നു. ആവശ്യത്തിലേറെ ചിന്നുവിനെ പുകഴ്ത്തുകയാണല്ലോ. ഭദ്രേട്ടൻ അറിയോ, സമ്മാനദാനം നടന്നപ്പോ ചിന്നു കുഴഞ്ഞു വീണു. അയ്യോ, നാടകത്തിന്റെ ക്ലൈമാക്സ് ദുരന്തമായിരുന്നു. നാടകത്തിന്റെ പിരിമുറുക്കം കൊണ്ട് ചിലപ്പോ നാടകം കഴിഞ്ഞപ്പോ കുഴഞ്ഞു വീണതായിരിക്കും. എന്തായാലും അവള് സമ്മാനം വാങ്ങിച്ചല്ലോ, അവളുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം കിട്ടിയല്ലോ. അല്ലെങ്കിലും ദുരന്ത നാടകത്തിന്റെ അവസാന രംഗം ദുരന്തമായിട്ടല്ലേ തീർക്കാൻ പറ്റൂ. സ്വന്തം കൈകൊണ്ട് വീണ്ടും എന്തെങ്കിലും പാചകം ചെയ്തോ കുഞ്ഞോളെ? എന്റെ ഈ കൈകൾ കൊണ്ട് ഒരു വേലക്കാരിക്ക് സമ്മാനം കൊടുക്കേണ്ടി വന്നു. എനിക്ക് എന്നോട് തന്നെ അവജ്ഞയും അപമാനവും തോന്നി. ഹാൻഡ് വാഷ് ഇട്ട് ഇനി കൈ കഴുകണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വേലക്കാരികള് സ്വന്തം നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും വേണ്ടി പല ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിക്കാൻ തയ്യാറാവും കുഞ്ഞോളെ. അക്കാര്യം ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന ആള് കുഞ്ഞോളാണല്ലോ. ഈ ചില വേലക്കാരികൾ രാജകുമാരിയാവാൻ വേണ്ടി പല ദ്രോഹങ്ങളും പലർക്കും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട എത്ര വേലക്കാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുഞ്ഞുമോളുടെ മുഖം എനിക്ക് വ്യക്തമായിട്ട് വായിക്കാം. കുഞ്ഞുമോളെന്തോ നേടിയിട്ടുള്ള വരവാണല്ലോ. കുഞ്ഞുമോള് വെറുതെ ടെൻഷൻ ആവണ്ട. എല്ലാ കളിയിലും എന്നത്തേതും പോലെ ഈ കളിയിൽ നീയെ ജയിക്കൂ. ആരെ ലക്ഷ്യം വെച്ചാലും അവരത് അനുഭവിക്കും, അത് ഉറപ്പാണ്. കണ്ണു തുറക്ക് ചെല്ലു, പ്ലീസ് ചെല്ലു, പ്ലീസ് ചെല്ലു, കണ്ണു തുറക്ക് ചെല്ലു. ഈശ്വരാ, ഞാൻ അറിഞ്ഞു, രണ്ടാളും അഭിനയിച്ച് തകർത്തല്ലേ. നിങ്ങളുടെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ തൂക്കി അല്ലേ? എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? നാടകം കഴിഞ്ഞപ്പോ ചിന്നു ചിന്നു ചിന്നുന് എന്തു പറ്റി? ശരി ശരി, ഞാൻ വരാം. ചിന്നു